അതായത് തമ്പ്രാൻ ഏതായാലും ഈ യുദ്ധത്തിലൊക്കെ അല്ലേ, അപ്പോൾ കുറച്ചു കാലം കൂടെ ഒക്കെ ഞങ്ങൾ റഷ്യൻ്റെ എണ്ണ വാങ്ങിച്ചോട്ടെ എന്ന് അംബ്രാനോട് നമ്മുടെ ജി ചോദിച്ചു. അപ്പോൾ അംബ്രാൻ എന്ത് പറഞ്ഞു, നീ ഏതായാലും ഒരു ഷൂ നക്കിയില്ലേ, നീ മറ്റേ ഷൂവും കൂടെ അങ്ങനെ വെച്ചു കൊടുത്തു, ഇതും കൂടെ നക്കി തരികയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ സംഭവം തരാമെന്ന് പറഞ്ഞു. നക്കി. അപ്പോൾ നമ്മുടെ അംബ്രാൻ പറഞ്ഞു, ഓക്കെ, ഒരു കാര്യം കൂടെ ചെയ്തു, 1 മാസം കൂടെ ഈ എണ്ണ വാങ്ങിച്ചോ, അത് കഴിഞ്ഞാൽ നിർത്തിക്കോളണം, അത് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചുട്ടടി ചന്തിക്ക് ഞാൻ അടിക്കുന്നു പറഞ്ഞു. ഓക്കെ, അംബ്രാൻ സമ്മതം തന്നു, നമുക്ക് ഇനിയും വാങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. പക്ഷേ ഈ തീരുമാനം വന്നപ്പോഴേക്കും നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്കും അങ്ങ് ഇതേ വെളുപ്പിക്കണ്ടേ, നമ്മൾ ഇവർക്ക് കാല് പിടിച്ചിട്ടാണെന്ന് പറഞ്ഞത് വെളുപ്പിക്കണമെങ്കിൽ നമുക്ക് ചില ടെക്നിക്കൽ വേർഡ്സ് വേണം, നമുക്ക് കുറേ കാര്യങ്ങൾ വെച്ചിട്ട് പറഞ്ഞാലാണ് സംഖ്യയ്ക്ക് മനസ്സിലാവാണ്ടിരിക്കുക. അതായത് സംഖ്യയുടെ നേതാവ് ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ശ്രീജിത്ത് പണിക്കരോ ഇവരാരെങ്കിലും ഒക്കെ വന്നിട്ട് പറയണം, സംഭവം ഇത് നമ്മുടെ മോദിജി അംബ്രാന്റെ ഷൂ നക്കിയിട്ട് കിട്ടിയ പരിപാടിയല്ല, ഇതെന്ന് പറഞ്ഞാൽ മോദിജിയുടെ ഡിപ്ലോമസിയുടെ ഒരു അഗാധ തലങ്ങളിലോട്ട് കുഴപ്പം കിട്ടിയിട്ടുള്ള ഒരു വലിയ സംഭവമാണെന്ന് പറയണമെങ്കിൽ മെഴുകിയല്ലേ പറ്റൂ. അങ്ങനെ മെഴുകണമെങ്കിൽ എന്ത് ചെയ്യും, സംഖ്യയ്ക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. സംഖ്യനോട് ഇതിൻ്റെ പ്രൈമറി സെൻസേഷൻ, സെക്കൻഡറി സെൻസേഷൻ, നമ്മൾ അത് ഇത് എന്നൊക്കെ പറയുമ്പോഴേ സംഖ്യ ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കും, എൻ്റെ മോദിജി ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോയില്ലേ തോന്നൽ വരണം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ഒരു മണിക്കൂറുകളിൽ നമുക്ക് പല മെഴുകലുകളും കാണാൻ പറ്റി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മെഴുകലിൻ്റെ സത്യം എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അംബ്രാന്റെ ഷൂ നക്കിയിട്ടുള്ള ജിക്ക് എങ്ങനെയാണ് ഈ പരിപാടി ഒപ്പിച്ചെടുക്കാൻ പറ്റിയത്, അതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് നമുക്കിപ്പം റഷ്യൻ എണ്ണ വാങ്ങണമെങ്കിൽ എന്ത് വേണം, അംബ്രാന്റെ സമ്മതം വേണം. അങ്ങനെയാണ് നമ്മുടെ പുതിയ ഡീൽ അല്ലേ. നമ്മൾ അമേരിക്കയിൽ രാഹുൽ ഗാന്ധി പറയുന്ന, നമ്മൾ ആരോടും ചർച്ച ചെയ്യാണ്ട് ഒരു രാത്രി കൊണ്ട് പോയിട്ട് അമേരിക്കയുടെ അംബ്രാന്റെ കാല് നക്കിയിട്ട് കിട്ടിയ ആ ഒരു ഡീൽ ഉണ്ടല്ലോ, ആ ഡീൽ എങ്ങനെ എത്തി എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ആ ഡീലിനെ എടുത്ത് വെച്ചിട്ട് വേണം നമ്മളെല്ലാം സംസാരിക്കുക. അപ്പോൾ ആ ഡീൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് 18% നമ്മളെ താരിഫ് മാറ്റി തരും, റഷ്യൻ എണ്ണ വാങ്ങരുത്, നമ്മൾ റഷ്യനോട് അറിയിച്ചു ഞങ്ങൾ എണ്ണ വാങ്ങിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞൊക്കെ നമ്മൾ കഴിഞ്ഞ മാസം കണ്ടിട്ടുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ കണ്ടു നിൽക്കുന്ന സമയത്താണ് അംബ്രാന് ഭ്രാന്ത് മൂറിട്ട്, അല്ലെങ്കിൽ അംബ്രാന് നെതന്യാഹു കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് യുദ്ധത്തിലോട്ട് പോയത്. അപ്പം ഈ പറഞ്ഞ സാൻസേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ട്രേഡ് ഡീലൊക്കെ അവിടെ നിൽക്കുക, നമ്മൾ സൈൻ ചെയ്തിട്ടില്ല. നമ്മൾ 18% ആക്കുമ്പോൾ എപ്പോഴാണ് നമുക്ക് സാങ്ഷൻ വേണം, സിഗ്നേച്ചർ വേണം. അപ്പോൾ അതിൻ്റെ മുമ്പേ നമ്മൾ റഷ്യ എന്നുള്ള എണ്ണയുടെ പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അതായത് ഇക്കഴിഞ്ഞ മാസം വരെ, ഈ മാസം വരെയാണ് മാർച്ച് വരെയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. മാർച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ പുതിയ ഡീൽ സൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ റഷ്യൻ എണ്ണ കംപ്ലീറ്റ്ലി മാറ്റുന്നത്, നമ്മൾ വാങ്ങിക്കാത്തൊരവസ്ഥ വരുന്നത്. അപ്പം നമ്മുടെ ഇപ്പം ഇതിന്, അതായത് നമ്മുടെ ശ്രീജിത്ത് പണിക്കരെ പോലത്തെ അല്ലെങ്കിൽ വലിയ വലിയ പണിക്കന്മാർ വന്നിട്ട് ഇതിനെ മെഴുകുന്നത്, നമ്മൾ റഷ്യ എന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. ആരെയാ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഇട്ടത് റഷ്യ എന്നുള്ള എണ്ണ വാങ്ങുന്നില്ല എന്ന്. നമ്മൾ കഴിഞ്ഞ മാസം, കഴിഞ്ഞ ഫെബ്രുവരിയിൽ, കഴിഞ്ഞ ജനുവരിയിൽ, കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ ഒരേ അളവിലാണ് എണ്ണ വാങ്ങിക്കുന്നത് എന്നൊക്കെ കാക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും, നമ്മൾ സത്യമാണല്ലോ എല്ലാ മാസവും ഒരേ അളവിലാണല്ലോ നമ്മൾ വാങ്ങിക്കുന്നത്, പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഈ പറഞ്ഞ കുറ്റങ്ങൾ പറയുന്നത് അല്ലേ, നമ്മളിവിടെ വാങ്ങിയിച്ചിട്ടില്ല. ഇതാണ് ഗ്രാഫ്, കണ്ടോളൂ, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇനി ആ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അണ്ണൻ എന്താ എന്ന് പറയുന്നതെന്ന് അറിയോ. സംഖ്യകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത്, നോക്കൂ സംഖ്യകളെ, 2026 ഫെബ്രുവരിയിൽ നമ്മളിതാ ഏകദേശം ഇത്ര പെർസെൻറ്റ് 1.1% വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ജനുവരിയിൽ 1.12 വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഡിസംബറിൽ 1.3 വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെയും കുറച്ചിട്ടില്ല, നമ്മൾ ട്രംപിന്റെ മുമ്പിൽ തല ഉനിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. പക്ഷേ അണ്ണൻ ഡിസംബറിന്റെ അപ്പുറത്തോട്ടുള്ളത് പറയില്ല, അവിടെയാണ് പോയിന്റ് കിട്ടുന്നത്. ഡിസംബറിന്റെ അപ്പുറത്തോട്ട് നിങ്ങൾ നോക്കൂ, നവംബറിൽ നമ്മൾ ഏകദേശം 2.0 അതിൻ്റെ ഒരു അളവ് പറഞ്ഞു കേട്ടോ, 2 വരെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒക്ടോബറിലോട്ട് നോക്കൂ, നമ്മൾ ഏകദേശം 1.7 വരെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. സെപ്റ്റംബറിലോട്ട് നോക്കൂ, നമ്മൾ ഏകദേശം 1.5 വരെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഓഗസ്റ്റിലാണ് ഫസ്റ്റ് പണി കിട്ടിയത്. അന്ന് നമ്മളൊന്ന് ചോട്ടി പിടിച്ചു, നമ്മളൊന്ന് കുറച്ച് വാങ്ങിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്ത്, സെപ്റ്റംബറിൽ നമ്മൾ ചൈനയിലോട്ട് പോയി ഓർക്കുന്നുണ്ട് നിങ്ങൾ, സെപ്റ്റംബറിൽ ചൈനയിൽ പോയി നമ്മൾ ഡീൽ ഉറപ്പിക്കുന്ന വെച്ച് നമ്മൾ വാങ്ങിച്ചു. ഒക്ടോബറിൽ നമ്മൾ വാങ്ങിച്ചു. നവംബറിൽ നമ്മൾ വലുത് വാങ്ങിച്ചു. നമ്മൾ വിചാരിച്ചു യൂറോപ്യൻ യൂണിയനും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, നമുക്ക് ഇനി ഒരു പ്രശ്നമില്ലാന്ന് വാങ്ങിച്ചു. ട്രംപ് അടിച്ചു തന്നു 500%. ഒരൊറ്റ താഴെ. ഇപ്പം ഡിസംബർ ആയപ്പോൾ നമ്മൾ കുത്തര താത്തി 1.1 വന്നു. ജനുവരിയിൽ നമ്മളത് വീണ്ടും കുറച്ചുകൂടെ കുറച്ച് 1.0% വന്നു. ഫെബ്രുവരിയിൽ നമ്മളത് കുറച്ചുകൂടെ കുറച്ചു. ഇത് പറയൂല, നമ്മളെപ്പോഴും എന്താ പറയുക, അണ്ണൻ പറയുന്ന പോലെ ഡിസംബറും ജനുവരിയും ഒക്കെ നമ്മൾ ഫെബ്രുവരി ഒക്കെ നമ്മളൊന്നും തന്നെയാണ്, നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ കള്ളം. ഏതായാലും നമ്മൾ വാങ്ങിച്ചിരുന്നത് അവിടെ നമ്മൾ ഒറ്റയടിക്ക് കുത്തനെ കുറയ്ക്കാനുള്ള കാരണം എന്താണ്, ട്രംപ് അണ്ണൻ പേടിപ്പിച്ചപ്പം ജിയുടെ കാവി കളസത്തിൽ മുള്ളി നമ്മൾ അളവ് കുറച്ചു. അങ്ങനെ അളവ് കുറച്ചു. നമ്മൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ അളവ് വാങ്ങിക്കുന്നത്, അതായത് നമ്മൾ റഷ്യയിൽ ഡീൽ വെച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ അളവ് കുറച്ച് വാങ്ങിക്കുന്ന 3 മാസങ്ങളാണ് ഈ കഴിഞ്ഞ 3 മാസം. ഇനി മാർച്ച് കഴിയുമ്പോഴേക്കും നമ്മളത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് റഷ്യ, ഇറാൻ, ഇസ്രായേൽ യുദ്ധം വരുന്നത്. അപ്പോൾ ഈ യുദ്ധം വരുമ്പോൾ നമുക്കിപ്പോൾ ആ 1.1% നമ്മൾ വാങ്ങിക്കുന്നുണ്ടല്ലോ, അതെവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം മാർച്ച് 5 വരെ നമ്മൾ അതായത് നമ്മൾ ഇതിൽ കയറ്റിയ, നമ്മളെ ഷിപ്പിൽ കയറ്റിയ സാധനം ഹോർമോസ് കടലിടുക്കിൽ കിടക്കുന്നുണ്ട്.
അപ്പം അത് നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേ പറ്റുള്ളൂ. അതിങ്ങോട്ട് എത്തിക്കണമെങ്കിൽ നമുക്ക് കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഇതിലുണ്ട്. ആ റിസ്ക് ഫാക്ടേഴ്സ് എന്താണ് നമ്മൾ പറയേണ്ടത്. അപ്പം ആ റിസ്ക് ഫാക്ടേഴ്സ് ഒഴിവാക്കാൻ നമ്മുടെ അണ്ണൻ ട്രംപിനെ വിളിച്ചപ്പോൾ ട്രംപ് അതിനുള്ള അനുമതി കൊടുത്തു. ഓക്കെ, ഞങ്ങൾ ഏകദേശം 1 മാസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കും, അതുകൊണ്ട് 1 മാസം കൊണ്ട് ഈ ഒരു ഊർജ്ജ പ്രതിസന്ധി ഇവിടെ ഉണ്ടാവാണ്ടിരിക്കാൻ ഞങ്ങളൊന്ന് നിനക്ക് കാല് പിടിച്ചാൽ ഞങ്ങൾ സമ്മതം തരാം എന്നാണ് പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ. ഇത് വളച്ചൊടിച്ചിട്ടാണ് നമ്മുടെ നിഷ്പക്ഷ അണ്ണൻ സംഖ്യകളെ പറ്റിക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നതിന് സാങ്ഷൻസ് വേണം. ഈ പ്രൈമറി സാങ്ഷൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ആർക്കും ഇപ്പോൾ എനിക്ക് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു പരമോന്നത അധികാരമുള്ള രാജ്യമാണ്, എനിക്ക് അവിടുന്ന് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. സെക്കൻഡറി സാങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൈസ എങ്ങനെ വാങ്ങിക്കുന്നത്, നമ്മൾ ഡോളർ കൊടുത്താൽ വാങ്ങിക്കുന്നത് അല്ലേ. നമ്മൾ ബ്രിക്സ് മുഞ്ചി തെറ്റി പോയിട്ടുണ്ട്, അതൊന്നും എവിടെ എത്തിയിട്ടില്ല. അമേരിക്കയുടെ മുമ്പിൽ അത് മുഞ്ചി പോയിട്ടുണ്ട്. അപ്പം ഇനി അത് പറയുന്ന കാര്യമില്ല, ഞങ്ങൾ എന്തോ ഉണ്ടാക്കും ഒലത്തും എന്ന് പറഞ്ഞ് അത് അണ്ണാക്കിലിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡറി സാങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നത് ഡോളർ കൊടുത്തിട്ടാണ്. ഡോളറിൻ്റെ വിനിമയം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡോളറിൻ്റെ വിനിമയം. നമ്മൾ ആ ഡോളർ അമേരിക്കൻ ബാങ്ക് ത്രൂ ആയിരിക്കും നമ്മുടെ വിനിമയം നടക്കുന്നത്. ഇത് വാങ്ങിക്കാൻ നമ്മൾ വാങ്ങിക്കുന്നത് റോസ് നെറ്റും അതുപോലെ തന്നെ ലൂക്കോയിൽ എന്ന് പറഞ്ഞ കമ്പനികളൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഈ 2 കമ്പനികൾക്കും അമേരിക്ക ഉപരോധം കൊടുത്തിട്ടുണ്ട്. അപ്പം അവരുമായിട്ടുള്ള ഡീലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഈ അമേരിക്കൻ ബാങ്കുകളിലൂടെ നമ്മുടെ ഈ ഡോളർ വിനിമയത്തിൽ ഇത് വാങ്ങിക്കുമ്പോൾ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ പറയാം, അമേരിക്കൻ ബാങ്കിനോട് പറയാം പരിപാടി നിർത്തൂല, നമ്മൾ ഇതിൽ കൊടുക്കേണ്ട, സ്റ്റോപ്പ് ചെയ്തേക്ക് പറയാം. അതാണ് ഈ സെക്കൻഡറി സാങ്ഷനിലെ ഒരു കാര്യം. അത് വേണേൽ അമേരിക്കയ്ക്ക് നമുക്ക് അടിച്ചു തരും. അത് അമേരിക്ക അടിച്ചു തരാൻ നിൽക്കുകയാണ്. അതായത് അടുത്ത മാസത്തോടു കൂടി ഡീൽ സൈൻ ചെയ്യുന്നതോടുകൂടി നമ്മൾ റഷ്യയിലെ എണ്ണ 0% മാറുമ്പം അതുവരെ നിങ്ങൾ തൽക്കാലം എടുത്തോ എന്നുള്ള രീതിയിലാണ് നമ്മളും അമേരിക്കയും തമ്മിലുള്ള ടേം. അപ്പം അടുത്ത മാസം യുദ്ധമായതുകൊണ്ട് ഇതവിടെ കെട്ടിക്കിടക്കുന്നത് കൊണ്ടും ഞങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്, ഞങ്ങൾക്ക് കൂടുതൽ എണ്ണ വാങ്ങിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ നിറച്ച് വെച്ച് ഒന്നായിട്ട് കൊണ്ടുവരും. ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഈ സെക്കൻഡറി സാങ്ഷൻസിൽ ഏതെങ്കിലും കാര്യത്തിൽ കോലിടാൻ നിൽക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങളെ പാവങ്ങളാണ്, ജീവിച്ചു പോട്ടെ എന്ന് നമ്മുടെ വിദേശകാര്യ അല്ലെങ്കിൽ നമ്മുടെ മോദിജി ട്രംപിനോട് പറഞ്ഞപ്പം ആ സെക്കൻഡറി സാങ്ഷൻ്റെ ഈ ഭാഗം, ഈ ഡോളർ വിനിമയം വരുന്ന സമയത്ത് അമേരിക്കൻ ബാങ്കുകളോ ബാക്കിയുള്ള ആൾക്കാരോ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഒരു കാര്യം, ഇനി നമ്മളിതൊക്കെ ഇൻഷൂർ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയി, ഇൻഷുറൻസ് കമ്പനി ഇൻവോൾവ് ആണ് ഇതിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന ഏതെങ്കിലും കമ്പനികൾ അമേരിക്കൻ ഇൻഷുറൻസ് കമ്പനിയിലാണ് രജിസ്റ്റേർഡ് എങ്കിൽ അമേരിക്കൻ കമ്പനികൾക്ക് ഉപരോധം നമുക്ക് മേലെടുത്തിടാൻ പറ്റും. ഇത് വാങ്ങിക്കുന്ന സമയത്ത് അമേരിക്കൻ കമ്പനിയാണ്, അമേരിക്കൻ്റെ ഉപരോധം ഉണ്ട് ഈ കമ്പനികൾക്ക് മേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പണി കിട്ടും. പിന്നെ ഇത് വരുന്നത് ഇൻ്റർനാഷണൽ വാട്ടർ കൂടെ വരും. അതായത് നമ്മുടെ സമുദ്രാതിർത്തി മാത്രമല്ല, നമ്മൾ ഇൻ്റർനാഷണൽ സമുദ്രത്തിലൂടെയാണ് ഈ സംഭവങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് കപ്പലൊന്ന് കേട് വന്നു, എവിടെയെങ്കിലും കയറ്റേണ്ടി വന്നു പുതിയൊരു തുറമുഖത്ത്, അത് ചിലപ്പോൾ അമേരിക്കയുടെ അണ്ടറിലാണെങ്കിൽ അമേരിക്ക വരെ പറ്റില്ല, ഞങ്ങൾ ബാൻ ചെയ്ത റഷ്യൻ ഓയിലല്ലേ നിങ്ങൾ കൊണ്ടുവരുന്നത്, ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ്, പെട്ടുപോയി. കപ്പലിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വരികയാണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു മാസം കൂടെ നിങ്ങൾ കയറ്റിക്കോ, ഞങ്ങൾ സമ്മതിച്ചു തരാം, ജയിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ കയറ്റിക്കോ. ഇനി വേറെ വല്ല പ്രശ്നങ്ങളുണ്ടായി, ഒരു നാച്ചുറൽ കലാമിറ്റീസ് വല്ലതും വന്ന് കപ്പലിൽ വല്ല പ്രശ്നങ്ങളൊക്കെ വന്ന് കപ്പലെവിടെയെങ്കിലൊക്കെ വരണം, അല്ലെങ്കിൽ കപ്പലിൽ വല്ല റിപ്പയറുകൾ വേണം. ഇനി അതല്ല, ഇത് വരുന്ന വഴിയിൽ വേറെ വല്ല ഇൻ്റർനാഷണൽ പോർട്ടുകൾ ത്രൂ ആണ്, അല്ലെങ്കിൽ അമേരിക്കൻ പോർട്ടുകൾ ത്രൂ ആണ് നമ്മൾ വരുന്നത്, റഷ്യയിൽ നിന്ന് വരുന്നത് വളർന്നിരിഞ്ഞ് വരണമല്ലോ നമ്മൾ വരുന്നത് ഒക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ കയറ്റാൻ ഞങ്ങൾക്ക് സമ്മതം വേണം, അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോകും. ഇതാണ് സെക്കൻഡറി സാൻസേഷൻ. ഈ സെക്കൻഡറി സാൻസേഷൻ ഇന്ത്യക്ക് കൊടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഇന്ത്യക്ക് നല്ല എല്ലാ രാജ്യങ്ങൾക്കും, അതായത് ഡോളറിൽ വിനിമയം നടത്തുന്ന ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യുദ്ധവും കാര്യങ്ങളൊക്കെയാണ്. അടുത്ത മാസത്തോടു കൂടി യുദ്ധം അവസാനിക്കെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു മാസം കൂടെ നിങ്ങൾക്ക് സാൻസേഷൻ തന്നിരിക്കും, സെക്കൻഡറി സാൻസേഷൻ തന്നിരിക്കുന്നു. ഡോളർ വിനിമയത്തിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇനി വേറെ വല്ല പോർട്ടൽ നിങ്ങൾ കയറുമ്പോൾ ഞങ്ങളുടെ പോർട്ടാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അമേരിക്കൻ ഇൻഷുറൻസ് കമ്പനികളാണ് നിങ്ങൾ രജിസ്റ്ററെങ്കിൽ ആ കമ്പനികൾ ത്രൂ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നിങ്ങളുടെ കപ്പലിന് വല്ല അറ്റകുറ്റപ്പണികളുണ്ട്, പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഹാൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും ഭാഗങ്ങളാണെങ്കിൽ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഈ ഒരു മാസം കൂടെ നിങ്ങൾ തൽക്കാലം എടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ മുഞ്ചിത്തെറ്റി പോവല്ലോ എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ അമേരിക്കൻ്റെ കാല് പിടിച്ചു. ഒരു മാസം കൂടെ ഞങ്ങൾ വാങ്ങിച്ചോട്ടെ, അപ്പോഴൊക്കെ അല്ലേ നമ്മൾ ഇനി ട്രേഡ് ഡീൽ സൈൻ ചെയ്യുള്ളൂ. ആ ട്രേഡ് ഡീൽ സൈൻ ചെയ്യുന്നവരെ അണ്ണൻ്റെ കാല് ഞങ്ങൾ നക്കി വിളിപ്പിച്ചോളാം, എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പം അമേരിക്ക സെക്കൻഡറി സാൻസേഷൻ്റെ മേൽ ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂല, നിങ്ങൾ എടുത്തോ എന്ന് അമേരിക്കൻ്റെ ട്രഷറി വകുപ്പ് ഉത്തരവിട്ടു. ഇതാണ് നമ്മൾ കാല് പിടിച്ച കഥ. അതായത് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള ഇതിൻ്റെ കണക്കാണിത്. നിങ്ങൾ കണ്ടോ? കഴിഞ്ഞ നമ്മൾ 2025 മാർച്ച് മുതൽ എടുത്തിന് മാർച്ചിൽ 35%,
ഏപ്രിലിൽ നമ്മൾ 36%, മെയ്യിൽ നമ്മൾ 33%, നമ്മൾ ജൂണിൽ 28%, ജൂലൈയിൽ 27%, ഓഗസ്റ്റ് ആയപ്പോഴത്തെ നമ്മൾ കുറഞ്ഞു. എന്താ, ട്രംപ് താരിഫ് കൊണ്ടുവന്നു. ഓഗസ്റ്റ് ആയപ്പോൾ നമ്മൾ കുറച്ചു, നമ്മൾ 25 വന്നു, 28 വന്നു. ഒക്ടോബർ ആയപ്പോഴേക്കും നമുക്കൊരു തോന്നൽ വന്നു, നമ്മൾ മോദി നമ്മുടെ മൊത്തം മടക്കി പണി കൊടുക്കും. നമ്മൾ ചൈനയായിട്ട് എന്താ പറയുക, നമ്മൾ ഡീൽ ഉറപ്പിക്കാൻ പോയി, നമ്മൾ ജപ്പാനിൽ ഡീൽ ഉറപ്പിക്കാൻ പോയി, നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ ഡീൽ ഉറപ്പിക്കാൻ പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ നവംബറിലൊക്കെ നമ്മൾ കൂടുതൽ റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു തുടങ്ങി. നമ്മളിപ്പം പൊളിക്കും അമേരിക്കനെന്ന് വിചാരിച്ചു. നവംബർ ആയപ്പോൾ നമ്മൾ 35% പോയി. ഡിസംബർ ആയപ്പോൾ കുത്തനെ താഴോട്ട് വിടണ്ട. ട്രംപ് പറഞ്ഞു, മക്കളെ 100% ആക്കി, 100 ഞങ്ങൾ 500 ആക്കും വേണമെങ്കിൽ എന്ന് പറഞ്ഞപ്പം നമ്മുടെ അണ്ണൻ ചവിട്ടി പിടിച്ച് 24 കൊണ്ടുവന്നു. ജാനുവരി ആയപ്പോൾ നമ്മൾ വീണ്ടും കുത്തനെ കുറച്ചു, നമ്മൾ 19% കുറച്ചു. നമ്മൾ ഫെബ്രുവരി ആയപ്പം വീണ്ടും 21 നിന്നു. അവിടെ എത്തിയപ്പം നമ്മൾ പുതിയ ഡീല് ഉറപ്പിച്ചു. ഞങ്ങൾ കണ്ടും പൂട്ടി അമേരിക്കൻ അല്ലെങ്കിൽ അമേരിക്കൻ അംബ്രാം പറഞ്ഞ് ഞങ്ങൾ സൈൻ ചെയ്തോളാം, ഞങ്ങൾ അടുത്തൊരു മാസം കൂടെ വാങ്ങിക്കുന്നുള്ളൂ, ഞങ്ങളെല്ലാം കുറച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കാല് പിടിച്ചു. ഇതാണ് നമ്മുടെ പെട്രോൾ വാങ്ങുന്നതിൻ്റെ കണക്ക്. ഈ കണക്ക് ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയുള്ള കണക്ക് വെച്ചിട്ട് സംഘികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രീജിത്ത് അണ്ണനെ പോലത്തെ പല അണ്ണന്മാരും. അത് കഴിഞ്ഞിട്ട് പ്രൈമറി സെൻസേഷൻ, സെക്കൻഡറി സെൻസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സംഖ്യകളെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന പരിപാടികൾ. അപ്പോൾ ഈ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്താണ് പ്രൈമറി സെൻസേഷൻ, എന്താണ് സെക്കൻഡറി സെൻസേഷൻ. ഇതിലുമാരി ഇപ്പോൾ അമേരിക്ക എന്ത് പ്രശ്നങ്ങളാണ് ഇല്ലാതാക്കാൻ പോകുന്നത്. അമേരിക്ക ഈ ഒരു മാസം കൂടെ അത് വെച്ചിട്ട് നിങ്ങളെ പ്രശ്നങ്ങൾ ഒരു മാസം കൂടെ നിങ്ങൾക്ക് എടുക്കാം. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ട്രേഡ് ഡീൽ സൈൻ ചെയ്യും. പിന്നെ ഞങ്ങൾ തരുന്ന സാധനം, അമേരിക്കൻ അംബ്രാൻ തരുന്ന സാധനം അതുപോലെ അണ്ണാക്കിലോട്ട് ഞങ്ങൾ ഒഴിച്ചു തരും. അത് അണ്ണാക്കിൽ അതുപോലെ എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടോളാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ തിരിച്ചും മറിച്ചും നമ്മുടെ അടിയാണ് നമ്മുടെ ജിക്ക്. ഇനി അത് മാത്രമല്ല, നമ്മൾ അവിടെ കുടുങ്ങി കിടക്കുന്ന കപ്പലുകൾ നമ്മൾ പറഞ്ഞല്ലോ. അതിലിപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പെട്രോളുണ്ട്, ഭാരത് പെട്രോളിയം ഉണ്ട്, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ഒക്കെ കപ്പലുകളാണ്, റിഫൈനറിയിലോട്ട് വരേണ്ട കപ്പലുകളാണ്. ഇപ്പോൾ അവിടെ കണ്ടെയ്നറുകളാണ് അവിടെ കുടുങ്ങി കിടക്കുന്നത്. അപ്പം ഇതിൽ എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം വാങ്ങിച്ചത് റഷ്യ പൈസ കുറച്ച് വരുന്നുണ്ടായിരുന്നല്ലോ. ഇനി ഈ സെക്കൻഡറി സെൻസേഷൻ ഭയന്നിട്ട് നമ്മുടെ പല കമ്പനികളും ഓൾറെഡി നമ്മൾ റൂബിളിലാണ് വാങ്ങിക്കുന്നത്. അതായത് റഷ്യൻ്റെ കറൻസിയിലാണ് നമ്മൾ പലതും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറെ പോയിന്റ് ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലല്ലോ ശ്രീത്ത് ഇവിടെ മെഴുകിയതിൻ്റെ ഒക്കെ എല്ലാം തീരും. അത് നമ്മൾ പറഞ്ഞുതരാം, ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഇടാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പല കമ്പനികളും നമ്മളെ ട്രാൻസാക്ഷൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയുടെ കാല് പിടിച്ചിട്ട് ഇത് ഓൾറെഡി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, റഷ്യയായിട്ട് നമുക്ക് കൂടുതൽ വാങ്ങിച്ചേ പറ്റുള്ളൂ ഈ ഒരു മാസം കൊണ്ട്, ഇതിലുള്ള പല പ്രശ്നങ്ങൾ ഇതിലുള്ളത് കൊണ്ട് നമ്മൾ അമേരിക്കൻ്റെ സെക്കൻഡറി ട്രാൻസാക്ഷൻ്റെ മുകളിൽ ഞങ്ങളെ കഴുത്തിൽ പിടിക്കരുത്, കാല് പിടിക്കാറുള്ള ഒരു മാസത്തേക്ക് ഞങ്ങൾ വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒരു മാസത്തേക്കുള്ള അപ്രൂവൽ കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ മറ്റേ ജാംനഗർ പോർട്ടിലോട്ടും അതുപോലെ വേറെ പോർട്ടിൻ്റെ പേരെന്തായിരുന്നു, പാരാദീപ് പോർട്ടിലോട്ടും ഒക്കെ എടുത്ത് വരാൻ പോകുന്നത്, ഈ കണ്ടെയ്നറുകൾ വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പെട്ടു എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷന് പിന്നാലെ പോയത്. അപ്പം മെഴുകുന്നവരുടെ അണ്ണാക്കിൽ മെഴുകാനുള്ള പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. കേട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.